ഇതാണ് ഉദയൻ, കാസർകോട്ടെ എൻമകജി പഞ്ചായത്തിലെ വാണിനഗർ സ്വദേശി. എൻഡോസൾഫാൻ തളർത്തി ചുരുട്ടിക്കൂട്ടിയ കാലുകൾ അവനെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് നന്ദി, ഇന്നവൻ ജീവിതത്തിന്റെ പച്ചപ്പുകളിലേക്ക് പതിയെ പിച്ചവെച്ചു തുടങ്ങിയിരിക്കുന്നു. അവന്റെ ചുരുണ്ടുപിടഞ്ഞുപോയ കാലുകൾ നിവർത്താൻ ഒന്നിലേറെ ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു. സോളിഡാരിറ്റി നടപ്പാക്കിയ എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദയനെപ്പോലെ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയ അനേകം മനുഷ്യർ ജീവിതത്തിലേക്ക് എഴുന്നേറ്റു നിൽക്കുന്നുവെന്നത് തീർച്ചയായും ചാരിതാർത്ഥ്യജനകമാണ്. ആയിരത്തി 1976 മുതലാണ് കാസർകോട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുവണ്ടിത്തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ എന്ന കൊടും വിഷം തളിച്ചു തുടങ്ങിയത്. ഹെലികോപ്റ്ററുകളിൽ നിന്ന് പെയ്തിറക്കിയ വിഷമഴ വന്നുവീണത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്കും അവരുടെ മണ്ണിലേക്കുമായിരുന്നു. അതോടെ കയ്യും കണക്കുമില്ലാത്ത ദുരന്തങ്ങൾ ആ ജനത ഏറ്റുവാങ്ങേണ്ടി വന്നു. വേദനയും ദാരിദ്ര്യവും തിന്ന് അവർ നമുക്കിടയിൽ മരിച്ചു ജീവിക്കുകയായിരുന്നു. അവരുടെ ദുരിതങ്ങളിലേക്ക് സോളിഡാരിറ്റി തുറന്ന വാതിലായിരുന്നു എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതി. കേരളത്തിന്റെ അലിവാർന്ന മനസ്സിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി പദ്ധതി പ്രഖ്യാപിച്ചത്. ആവേശപൂർവമാണ് കേരളം പദ്ധതിയോട് പ്രതികരിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകരും നേതാക്കന്മാരും പദ്ധതിക്ക് എല്ലാവിധ പിന്തുണകളും നൽകി. കാരുണ്യത്തിന്റെ കൊച്ചു കൊച്ചു പ്രവാഹങ്ങൾ ഒന്നിച്ചു ചേർന്ന് വലിയൊരു ഫണ്ടായത് മാറാൻ ദിവസങ്ങളേ വേണ്ടിവന്നുള്ളൂ. ഫണ്ടിനൊപ്പം യുവത്വത്തിന്റെ വിയർപ്പുകൂടി അലിഞ്ഞു ചേർന്നതോടെ ആ മണ്ണിൽ കനിവിന്റെ മേൽക്കൂരകൾ വിടർന്നു പൊങ്ങുകയായിരുന്നു. നമ്മുടെ ജില്ലയിലെ 11ഓളം പഞ്ചായത്തുകളിലാണ് കശുമാവൻ തോട്ടത്തിൽ 70കളുടെ അവസാന വർഷം മുതൽ എൻഡോസൾഫാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരന്തം അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെതിരായ നീക്കവും ഉടനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എൻഡോസൾഫാൻ ഇനി പ്രയോഗിക്കാൻ പാടില്ല, അത് സ്ഥിരമായി ഇവിടെ നിരോധിക്കപ്പെടണം. ഈ കീടനാശിനി പ്രയോഗിച്ചതിന്റെ ഫലമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരിതത്തിന് ഇരയായിട്ടുള്ളവരെ സഹായിക്കണം, അവരുടെ രക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ രണ്ട് തലത്തിൽ നിന്നാണ് ഇവിടെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തോടെന്ന പോലെ മനുഷ്യരോടും ചുറ്റുപാടുകളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവീക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി അതിന്റെ സമര സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സമര പോരാട്ടങ്ങളെപ്പോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഊന്നൽ നൽകുന്നു. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടിയുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിയും 70കളിൽ പാവപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തിന് മേൽ വർഷിച്ച വിഷമഴയുടെ ഇരകൾക്ക് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലായിരുന്നു എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു സേവന പദ്ധതി മാത്രമല്ല, അതിലപ്പുറം
ആർത്തിമൂത്ത ആധുനിക ജീവിത കാഴ്ചപ്പാട് വിതച്ച ദുരന്തങ്ങളിൽ അകപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ്. കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ വിഷയം അവതരിപ്പിക്കുകയും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനസമാഹരണത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. കേരളം വലിയ പ്രതികരണമാണ് ഈ പദ്ധതിക്ക് നൽകിയത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പദ്ധതി പ്രഖ്യാപന വേളയിൽ തന്നെ കേരളീയ സമൂഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. കേരളീയ സമൂഹം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ ഏൽപ്പിച്ച എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സഹായത്തെ അവർ നൽകിയതിനേക്കാൾ വലിയ മൂല്യവർദ്ധനവോടുകൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ കായികാധ്വാനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ അർഹരിലേക്ക് അതെത്തിക്കുമെന്ന് ഇന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളീയ സമൂഹത്തിന് നൽകിയ വാക്ക് പാലിക്കുക.